അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ്. അത്ഭുതങ്ങളുടെ കലവറയായ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ തന്നെ വളരെ ചെറിയ ഒരു സൂറത്താണ്. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചൊല്ലാൻ കഴിയുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തിന് അത് ചെറുതാണെങ്കിലും വളരെയധികം പ്രാധാന്യങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ്. നമ്മളത് എല്ലാ ദിവസവും പതിവാക്കി ഓരോ എണ്ണം കണക്കാക്കി പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടറിയുവാൻ സാധിക്കും. അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അത്രയധികം പ്രാധാന്യമുള്ള ഒരു ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ചൊല്ലി തീർക്കാവുന്നതാണ്. വളരെ എളുപ്പമുള്ള സൂറത്താണ്. അതിൽ ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് 3 പ്രാവശ്യം ദിവസേന ഓതിയാൽ ഒരു ഖത്തം ഓതി തീർത്ത പ്രതിഫലമാണ് കിട്ടുന്നത്. അതായത് ഒരു ഖുർആൻ മുഴുവൻ ഓതി തീർത്ത പ്രതിഫലമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. അതായത് നമ്മൾ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള പാപങ്ങൾ 50 വർഷത്തെ പാപങ്ങൾ നമുക്ക് പുറത്തു തരുമെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. ഇത് എല്ലാ ദിവസവും പതിവാക്കിയാൽ അതുപോലെയുള്ള അടുത്തൊരു നേട്ടമാണ്, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. അതുപോലെ ഈ സൂറത്ത് ഓതി ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് അതും ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ചെറിയ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു നടപ്പിലാക്കി തരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ ദാരിദ്ര്യത്തെ നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ദാരിദ്ര്യത്തെ മറികടക്കാൻ സാധിക്കുന്നതാണ്. അത് ഈ സൂറത്ത് ഓതുന്നതിലൂടെ ഈ സൂറത്തിന്റെ ബറക്കത്തും നിഅമത്തും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ദാരിദ്ര്യത്തെ മറികടക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യ നോട്ടം, ഈ സൂറത്ത് ആരാണോ ഓതുന്നത് അവനിലോട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ചെറിയ സൂറത്താണ്, പക്ഷെ ചെറിയ സൂറത്തിന് ഒരുപാടധികം നേട്ടങ്ങളാണ്. ഈ സൂറത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകളുടെ പ്രത്യേക ദുആ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുമെന്നും പറയപ്പെടുന്നു. അതായത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ, ഓതി കഴിഞ്ഞ് നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ഈ സൂറത്ത് ഓതിയ പ്രതിഫലം മലക്കുകളുടെ ദുആയിലൂടെ നമുക്ക് കിട്ടുമെന്നും പറയപ്പെടുന്നു. അതുപോലെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും, അതായത് നമ്മളെ ഖബറിലോട്ട് കൊണ്ടുവയ്ക്കുന്ന സമയം ആദ്യത്തെ ഒരു ഞെരുക്കം, അതായത് നമ്മളെ ഞെരുങ്ങി ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹു അവനെ കാത്തുരക്ഷിക്കുന്നതാണ്. അതുപോലെ ദിവസവും 10 തവണ പതിവാക്കിയാൽ സ്വർഗത്തിലൊരു കൊട്ടാരം അവന് വേണ്ടി ഒരുക്കപ്പെടുമെന്നും പറയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സൂറത്തിന് എന്ത് ചെയ്യുക? അത് നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ ഓതുന്നവന്റെ, ഈ സൂറത്ത് ആരാണോ ഓതുന്നത് അവന്റെ അയൽക്കാരനും അതുപോലെ നന്മ ലഭിക്കുമെന്നും ഇൻഷാ അല്ലാഹ് പറയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹു എല്ലാവർക്കും ഈ ഒരു സൂറത്ത് ഓതുവാനും അതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാനും സാധിക്കുമാറാകട്ടെ. അതുപോലെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഇതുവരെ കമന്റിലൂടെ പറയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കമന്റ് കാണുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടും ഒന്ന് ദുആ ചെയ്യുക, അത് കാണാതെ ഇരിക്കരുത്. അതുപോലെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചെറിയ ചെറിയ ദുആകൾ, ദിക്റുകൾ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ദുനിയാവിലെയും ആഖിറത്തിലെയും നമുക്ക് നന്മയും നമുക്ക് വിജയവും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ചാനൽ കയറി കാണുക. അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.